ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് കഴുകി ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ വലിയ ഉള്ളി, തക്കാളി, ക്യാരറ്റ് ഒക്കെ ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ തലേന്നോ അല്ലെങ്കിൽ നേരത്തെയോ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് മുമ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളിയും വലിയ ഉള്ളിയും ക്യാരറ്റും മല്ലിച്ചപ്പും ഒക്കെ ഈ സമയത്ത് തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലിയ ഉള്ളിയും തക്കാളിയും നേരിട്ടിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ ബിരിയാണി പൊട്ടിലിട്ടിട്ട് ഞാൻ മസാല ചെയ്തെടുക്കല്ല ചെയ്യുന്നത്. നമ്മളിതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അതാവുമ്പോൾ നമ്മളെ ബിരിയാണിയിൽ മസാല നല്ല ഉടഞ്ഞ് പോയിട്ടുണ്ടാവും. ഇത് സാധാരണ ഉള്ളി തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ നൈസാക്കിയിട്ട് കട്ട് ചെയ്താലും അത് അതുപോലെ തന്നെ അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വലിയ ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് വിസിലടിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു 4 വിസിലടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റേത് നല്ല അത്യാവശ്യം നല്ല വെന്ത് ഉടഞ്ഞു പോയിരുന്നു. നല്ല ഉടഞ്ഞു പോയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസാലന് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ചോറിന് സാധാ വെള്ളച്ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ 4 വിസിലിട്ടതുകൊണ്ട് ഒരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇനി 5 എത്രയാണോ വേവേണ്ടത് അത്ര നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാവുമ്പോൾ പെട്ടെന്ന് മസാല റെഡിയാവും. മറ്റേത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇത് എത്ര വാട്ടിയാലും വാടൂല. അപ്പോൾ അത് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി കൂടെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ബിരിയാണിയിൽ ഉടഞ്ഞു പോകും. നമ്മൾ ബിരിയാണിയിൽ മസാലയൊക്കെ ചേർത്ത് ദമ്മിടുമ്പോൾ നമുക്കത് അത്ര ഇതിൽ കിട്ടൂല. അപ്പോൾ നമ്മളതൊന്ന് കഴുകാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ്, അതായത് നമ്മൾ ബീഫ് ബിരിയാണി നമ്മൾ ദമ്മ് ചെയ്യുന്നത്. വെള്ളം വറ്റിച്ചിട്ട് ദമ്മ് ചെയ്യണം. അപ്പോൾ നെയ്ച്ചോറ് ഞാനിങ്ങനെ ചെയ്യാറ്. നെയ്ച്ചോറാക്കിയിട്ട് കുക്കറിൽ വെച്ചെടുക്കും, എന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, സജീരകം, തക്കോലം ഇതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമുറി നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാരറ്റൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ല വെന്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് അരമുറി നാരങ്ങ കൂടെ പിഴിഞ്ഞ് കൊടുത്തിട്ട് പിന്നെ വെള്ളം നല്ല വെട്ടി തിളക്കുക. നല്ല തിളക്കണം വെള്ളം. ആ വെള്ളം നല്ല തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കഴുകി ഒരു അരമണിക്കൂർ ഞാൻ കുതിർത്തിട്ടുണ്ട് ആ അരി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും കണ്ടോ, ഇതിനേക്കാളും സോഫ്റ്റ് ഉണ്ട്. നല്ല ഒന്നും കൂടി നമ്മൾ കയ്യിൽ കൊണ്ട് മിക്സ് ആക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ വാർത്ത് വെച്ച ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി ഒരു അരമണിക്കൂറൊക്കെ കുതിർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിക്കനുസരിച്ചിട്ട് നമുക്ക് കുതിർച്ചാൽ അരി അരമണിക്കൂറൊന്നും വേണ്ട തോന്നുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചോറ് ഇവിടെ എല്ലാവർക്കും നല്ല അത്യാവശ്യത്തിന് വേവേണ്ടതായതുകൊണ്ട് ഒരു 4 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബീഫ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, ഉപ്പും ഇത് 3 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ബീഫിൽ തന്നെ വെള്ളം ഇങ്ങനെ ഊറി വരും. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ബീഫ് വെന്തത് ആദ്യം ഞാനൊരു 4 വിസിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ വേവണം തോന്നിയതുകൊണ്ട് പിന്നെ ഒരു 4 വിസിലിട്ട് ടോട്ടൽ 8 വിസിലിട്ടിട്ടാണ് ഞാൻ എൻ്റെ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിലേക്കും ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഇത്തിരി നെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ദമ്മിടുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ കണ്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഉള്ളി തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് നല്ല മിക്സായിട്ട് കിട്ടും. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ 3 ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഗരം മസാല, ബീഫ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുത്താലും ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് എൻ്റെ ബിരിയാണിക്ക് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മല്ലിപ്പൊടിയിൽ തന്നെ നമ്മളെല്ലാ മസാലയും ചേർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ നമ്മളിത് 3 ഇട്ട് കൊടുത്തിട്ട് നല്ല വഴറ്റിയതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
തൈര് ഒഴിച്ചു, ഒരു അരക്കപ്പൊക്കെ തൈര് ഒഴിച്ചിട്ടുണ്ട്. അത് വലിയ പുളിയില്ല, അത്യാവശ്യത്തിന് പുളി ഉണ്ട്, എന്നാൽ ഓവറായിട്ടില്ലേനും അങ്ങനത്തെ ഒരു തൈരാണ്. അപ്പോൾ എന്താ പറയുക, അതും ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ആക്കിയിട്ട്, ആ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ മിക്സ് ആക്കിയ വീഡിയോ കാണാത്തത്. അപ്പോൾ നമ്മളതിലേക്ക് ഈ എന്താ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി നല്ല യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച, ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം കുക്കറിലാണ് അരി വേവിച്ചെടുത്തിട്ടുള്ളത്. അതായത് 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് ആദ്യം 2 ഗ്ലാസ് ആദ്യം, പിന്നെ അങ്ങനെയാണ് അരി വേവിച്ചിട്ടെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ബിരിയാണി ദം ചെയ്യാണിപ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബീഫ് ഇട്ട് കൊടുത്ത് പിന്നെയും ചോറിട്ട് കൊടുത്ത് അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ് ഒക്കെ അരിഞ്ഞെടുത്ത് പിന്നെ ഒരു ഇത്തിരി പാലിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ആക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്ത്, ഞാൻ എൻ്റെ അടുത്ത് ആകെയുള്ള നെയ്യാണിത്. അപ്പോൾ ഇത് ഞാൻ ഈ സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്, അസ്സലാമു അലൈക്കും.